The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Accountancy class. I think all are doing well. Okay. In the last class, we discussed the concept of or assumptions of accounting. Isn't it? That four concepts we discussed. That is business entity concept, money measurement concept, then going concern concept, and then accounting period concept. I think all are clear. Okay. Then today we are going to discuss the next principle, cost concept, or next concept, that is cost concept or historical cost principles. According to this concept, an asset to be recorded in the books of accounts at their acquisition cost. ഈ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രകാരം ഒരു അസറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ അസറ്റിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ആ അസറ്റിൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യേണ്ടത്. എന്താണ് ഈ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദിസ് അക്വിസിഷൻ കോസ്റ്റ് ഇൻക്ലൂഡ് പർച്ചേസ് പ്രൈസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. എന്താണ് അക്വിസിഷൻ കോസ്റ്റ്? Acquisition cost means acquisition cost include purchase price plus transportation cost plus then installation charges. ഒരു acquisition cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് വാങ്ങുമ്പോൾ വരുന്ന ചിലവ്, അത് വാങ്ങി നമ്മളുടെ ബിസിനസ്സിലൂടെ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ അത് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്ന ചിലവ്, ഇത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ആക്ച്വലി ഏത് അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് കോൺസെപ്റ്റ് an asset to be recorded in the books of accounts at their acquisition cost. ഈ കോൺസെപ്റ്റ് പ്രകാരം ഒരു അസറ്റിൻ്റെ വാല്യൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അക്വിസിഷൻ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ദിസ് കോസ്റ്റ് ബിക്കം, ദാറ്റ് ഈസ് അക്വിസിഷൻ കോസ്റ്റ് ബിക്കം the basis of all subsequent accounting to the accounting for the asset. See, there is subsequent increase or decrease in the market value of asset would not be recorded in the books of accounts. പിന്നീട് ഈ അസറ്റിൻ്റെ വാല്യൂവിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എന്ത് ഇൻക്രീസ് ആയിക്കോട്ടെ ഡിക്രീസ് ആയിക്കോട്ടെ അത് എന്ത് ചെയ്യാറില്ല, അസറ്റിൻ്റെ വാല്യൂവിൽ ഇൻക്രീസോ ഡിക്രീസോ എന്തോ സംഭവിച്ചോട്ടെ, വുഡ് നോട്ട് ബി റെക്കോർഡർ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതെന്ത് ചെയ്യാറില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യാറില്ല. സോ അസറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് cost at the time of
ഇറ്റ്സ് പർച്ചേസസ്. അല്ലേ, അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റ് കോസ്റ്റിലാണ് അല്ലേ. അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ് എന്നാണ് പറയുന്നത്. എപ്പോ ഓഫ് ഇറ്റ്സ് പർച്ചേസ് അല്ലേ. ബട്ട് അസറ്റ് ഈസ് റെക്കോർഡ് അറ്റ് കോസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് പർച്ചേസ്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണോ അതിൻ്റെ വില അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് സബ്സീക്വൻ്റ്ലി റെഡ്യൂസ്ഡ് ഫ്രം ഇയർ ടു ഇയർ. പിന്നീട് ഓരോ വർഷം കഴിയും തോറും അതിലെന്ത് വരും, അതിൽ റെഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ട്? ബൈ ചാർജിങ് ഡിപ്രീസിയേഷൻസ് അല്ലേ. എന്ത് ചാർജ് ചെയ്യും? ഈ അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസിങ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. ഒരു അസറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ വർഷവും നമ്മൾ യൂസ് ചെയ്യും തോറും അതിൻ്റെ വാല്യൂവിൽ എന്ത് സംഭവിക്കുന്നു? കുറവ് വരുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. 10,000 റുപ്പീസിൻ്റെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്തു. ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 10,000 റുപ്പീസ് തന്നെ കിട്ടുമോ? കിട്ടില്ല. അവിടെ എന്ത് ചെയ്യും? ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം യൂസേജ് ലൈഫ് 1 ഇയർ. അതെന്ത് ചെയ്യണം? അതിൻ്റെ വാല്യൂ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂവിൽ എന്ത് സംഭവിച്ചു? ഡിക്രീസായി. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. ഒരു വർഷം നമ്മൾ യൂസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഡിപ്രീസിയേഷൻ ഇത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതായിട്ട്. സോ asset is recorded at a cost at the time of its purchase, but it subsequently reduced from year to year by charging depreciations. അസറ്റിന്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത് അത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണോ കോസ്റ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പിന്നീട് ഓരോ വർഷം കഴിയും തോറും അത് കുറഞ്ഞു വരുന്നു, കാരണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു അല്ലേ. And then assets are shown on the balance sheet at cost less depreciation. ബാലൻസ് ഷീറ്റിൽ അസറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? കോസ്റ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഡിപ്രീസിയേഷൻസ് മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ, അതിന് ശേഷമാണ് എവിടെ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാറുള്ളത്. മനസ്സിലായോ? അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഒരു അസറ്റിന്റെ ഫുൾ വാല്യൂല് എന്താണോ നമ്മൾ വാങ്ങിക്കുമ്പോൾ വേണ്ടി വന്നിരിക്കുന്ന ചിലവ്, അതായത് അക്വിസിഷൻ കോസ്റ്റ് എത്ര ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ കാണിക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് എഴുതുമ്പോൾ അതിനകത്ത് പിന്നീട് ഓരോ വരും വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇഫ് ദ ബിസിനസ് pays nothing for an item it acquired, then this will not appear in the accounting records as an asset. See, for example, when an asset is acquired for rupees 5,000. നോക്കൂ, ഒരു അസറ്റ് 5,000 റുപ്പീസിന് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു എന്ന് കരുതുക. It is recorded in the account books at rupees 5,000. അക്കൗണ്ട് ബുക്സിൽ എത്ര തന്നെയാണ് റെക്കോർഡ് ചെയ്യുക? 5,000 റുപ്പീസ് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈവൻ ദോ ദ മാർക്കറ്റ് വാല്യൂ മേ ബി ഡിഫറെൻറ്റ്. മാർക്കറ്റ് വാല്യൂ കൂടുക കുറേ എന്തോ ആയിക്കോട്ടെ, നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്രയാണോ അതിൻ്റെ വില അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യും. ഇനി നമ്മൾ ഇന്ന് വാങ്ങിച്ചു, നാളെ അതിൻ്റെ വില കുറഞ്ഞു എന്ന് വിചാരിക്കുക, നമുക്കത് കുറച്ച് എഴുതാൻ പറ്റില്ല. നമ്മൾ വാങ്ങിച്ച പ്രൈസ് എന്താണോ അതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബട്ട് ദ അസറ്റ് ഈസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് year after year at cost price minus depreciation. പക്ഷേ ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഓരോ വർഷത്തെയും ഈച്ച് ഇയറിലെയും ഡിപ്രീസിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈ 5,000 റുപ്പീസിന് വാങ്ങിച്ചിട്ടുള്ള ഒരു അസറ്റ്, പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% ആണ് ഡിപ്രീസിയേഷൻ എന്ന് കരുതുക.
അല്ലേ? അപ്പോൾ 10% ആണ് ഡിപ്രീസിയേഷൻ എന്നുണ്ടെങ്കിൽ ഈ 5000 റുപ്പീസിൻ്റെ അസറ്റിൻ്റെ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ പറയുമ്പോൾ 5000 ഇൻറ്റു 10/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 500 റുപ്പീസ്. അതെന്തായിരിക്കും? ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കോസ്റ്റിൽ നിന്ന് കോസ്റ്റ് എത്രയാണ്? 5000 ആണ്. ഒരു വർഷം നമ്മളത് യൂസ് ചെയ്തപ്പോൾ 500 റുപ്പീസ് എന്ത് വന്നു? ഡിപ്രീസിയേഷൻ വന്നു. അപ്പോൾ ആ 500 റുപ്പീസ് ഡിപ്രീസിയേഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4500 റുപ്പീസാണ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ കോസ്റ്റ് ആ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? പർച്ചേസ് പ്രൈസ് എത്രയാണോ അത് തന്നെ വരും. പിന്നീട് വർഷം കഴിയും തോറും അതിനകത്ത് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ 5000 റുപ്പീസിന് വാങ്ങിച്ച സാധനം 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 500 റുപ്പീസ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടി. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത് കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ എന്നാണ് പറയുക. മനസ്സിലായോ? ഇതാണ് ഏത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സി ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ഡ്യുവൽ ആസ്പെക്ട്സ് പ്രിൻസിപ്പിൾസ്. See, actually dual aspects principle is the basic principle of accounting. It is a basic principle of accounting. See, according to this concept, according to this principle, every transaction have the two aspects, that is receiving aspects and giving aspects. See, dual aspects principles പ്രകാരം ഡ്യുവൽ ആസ്പെക്ട്സ് പ്രിൻസിപ്പിൾ ആണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും രണ്ട് ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. ഒന്ന് റിസീവ് ചെയ്യുന്ന ആസ്പെക്ട്സും മറ്റൊന്ന് ഗിവിങ് ആസ്പെക്ട്സും, കൊടുക്കുന്നതും. ഒന്ന് സ്വീകരിക്കുന്നത്, മറ്റൊന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ receiving aspect is called debit. Receiving aspect is called what? Debit. Receiving aspects. Receiving aspects. Receiving aspects. See, under this concept, every transaction have the two aspects, that is receiving aspects and giving aspects. അല്ലേ? ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് റിസീവിങ് ആസ്പെക്ട്സ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്സ്. കിട്ടുന്നതും അതുപോലെ തന്നെ കൊടുക്കുന്നതും. See, this receiving aspect is called debit and giving aspect is called credit. That is it. Receiving aspect is debit and giving aspect is credit. Giving aspect is what? Credit. Okay. See, every transaction, that is thus every debit there is corresponding credit. So the system of recording transaction with dual aspects concept is called double entry system of accounting. ഈ dual aspects പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയുക. അതിനെന്താ പറയുക? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയുക. സോ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എവറി ട്രാൻസാക്ഷൻ ഹാവ് ദ ടു ആസ്പെക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. റിസീവിങ് ആസ്പെക്ട്സ് ഉണ്ട്, ഗിവിങ് ആസ്പെക്ട്സ് ഉണ്ട്. റിസീവിങ് ആസ്പെക്ട്സ് ഡെബിറ്റ് ആയിരിക്കും, ഗിവിങ് ആസ്പെക്ട്സ് ക്രെഡിറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഫർണിച്ചർ.
purchased furniture rupees 10,000. Actually, this is the financial transaction. This is a business transaction. This is a business transaction. What is the meaning? Furniture purchase ചെയ്തു എത്ര രൂപ കൊടുത്തിട്ട് 10,000 rupees കൊടുത്തിട്ട്. Okay. So actually this is the business transaction. We know that each and every transaction have two aspects. ഏതൊക്കെയാണ് two aspects? That is receiving aspects and giving aspects. Receiving aspects ഉണ്ട് giving aspects ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഈ ട്രാൻസാക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് റിസീവിങ് ആസ്പെക്ട്സ് ഏതാണ് ഗിവിങ് ആസ്പെക്ട്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഫർണിച്ചർ വാങ്ങിക്കുന്നു എന്ത് കൊടുത്തിട്ട്? ക്യാഷ് കൊടുത്തിട്ട്. അപ്പൊ രണ്ട് ആസ്പെക്ട്സ് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഏതാണ്? ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്സ്, ഫർണിച്ചർ വൺ ആസ്പെക്ട്സ് ആൻഡ് ക്യാഷ് ഈസ് ആൻ അനദർ ആസ്പെക്ട്സ് അല്ലെ. ക്യാഷ് വേറൊരു ആസ്പെക്ട്സ്. ഇതിൽ ഏതാണ് റിസീവിങ് ഏതാണ് ഗിവിങ്? റിസീവ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫർണിച്ചർ ആയിരിക്കും. കാരണം ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് കൊടുത്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പൊ ബിസിനസ്സിന് കിട്ടുന്നത് എന്താണ്? ഫർണിച്ചർ. സോ ഫർണിച്ചർ ഈസ് റിസീവിങ് ആസ്പെക്ട്സ്. സോ റിസീവിങ് ആസ്പെക്ട് ഈസ് കോൾഡ് റിസീവിങ് ആസ്പെക്ട് ഈസ് ഡെബിറ്റ്. റിസീവ് ചെയ്യുന്ന ആസ്പെക്ട്സ് എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. ആൻഡ് ദെൻ എന്താണ് ഇവിടെ ഗിവിങ് ആസ്പെക്ട്സ്? എന്ത് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്? ക്യാഷ് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്. സോ ക്യാഷ് ഈസ് എ ഗിവിങ് ആസ്പെക്ട്സ് അല്ലെ. ക്യാഷ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ഗിവിങ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. സോ ഗിവിങ് ആസ്പെക്ട്സ് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഗിവിങ് ആസ്പെക്ട്സ് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. Okay, so I think all are clear. Dual aspects principles. Based on this principle, we are recording the transaction in the books of accounts. That system is known as double entry system of accounting. Okay, I think all are clear. Next principle, matching principle. See, it is the duty of an accountant to determine the profit of the business periodically. അല്ലേ? ബിസിനസിന്റെ പ്രോഫിറ്റ് അതാത് സമയങ്ങളിൽ അസർട്ടൈൻ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അവിടുത്തെ അക്കൗണ്ടന്റിനാണ്. സോ ദിസ് കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് കറക്റ്റായിട്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ മാച്ചിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാച്ചിങ് പ്രിൻസിപ്പിൾസ്. See, according to this concept, expenses should be matched to the revenue of the appropriate accounting period to determine correct profit or loss for an accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസും കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഫേം ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ എത്ര എക്സ്പെൻസസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ഏതുമായിട്ട് മാച്ച് ചെയ്യണം? അവിടുത്തെ റവന്യൂ ആയിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. എത്ര വരുമാനമുണ്ട്, എത്ര റവന്യൂ ഏൺ ചെയ്തു, എത്ര എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ ഒരു ഫേമിൻ്റെ കറക്റ്റായിട്ടുള്ള എന്ത് കിട്ടുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതാണ് ഇവിടെ ഈ പ്രിൻസിപ്പിളും പറയുന്നത്. റവന്യൂ എപ്പോഴും ഏതുമായിട്ട് മാച്ച് ചെയ്യണം? എക്സ്പെൻസസ് എപ്പോഴും റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ആ ഒരു ബിസിനസ് ഫേമിന് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസസും അവിടെ അവർ ഏൺ ചെയ്തിരിക്കുന്ന റവന്യൂവും തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? കൃത്യമായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദെർഫോർ ആസ് പെർ ദിസ് കോൺസെപ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഫോർ ഓൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം ആൻഡ് അൺഏൺഡ് ഇൻകം അല്ലേ. അതുകൊണ്ട് ആസ് പെർ ദിസ് കോൺസെപ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ്. അഡ്ജസ്റ്റ്മെന്റ്സും എന്ത് ചെയ്യേണ്ടി വരും? നടത്തേണ്ടതായിട്ട് വരും. ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തേണ്ടി വരും?
that is outstanding expenses മായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് മീൻസ് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസസ് ഡ്യൂ ആണ് ബട്ട് നോട്ട് പെയ്ഡ്, അത് കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്, മുൻകൂട്ടിയിട്ട് തന്നെ കൊടുക്കുന്നതിനാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു, നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, മാച്ചിങ് പ്രിൻസിപ്പിൾസ്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. മാച്ചിങ് പ്രിൻസിപ്പിൾസ്, എക്സ്പെൻസസും റവന്യൂയും കൂടെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ടു അസർട്ടൈൻ ദ നെറ്റ് കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, and the next principle, that is full disclosure concept, full disclosure principle or concept. See, according to this concept, all significant and material information relating to economic affairs of an enterprise should be completely disclosed. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്? ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ബിസിനസ് സംരംഭത്തിൽ ഉണ്ടാവുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സുകളും അല്ലെങ്കിൽ മെറ്റീരിയൽ ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതെ, എന്താണോ ബിസിനസ്സിൽ നടക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ റിക്വയർസ് ദാറ്റ് all material and relevant facts concerning financial performance of an enterprise must be fully disclosed in the financial statement, either on the face of the financial statement or footnotes. അതായത് ഇത് പ്രകാരം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ബിസിനസ് സംരംഭത്തിൽ നടക്കുന്ന എന്ത് കാര്യം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അതിന് കൂടെ അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫുട് നോട്ടായിട്ടൊക്കെ എന്ത് ചെയ്യണം, എഴുതിച്ച എന്തൊക്കെയാണ് മെറ്റീരിയൽ ഫാക്ട്സ്, എന്തൊക്കെ റെലവൻറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിൾസ് പറയുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, this is to enable the users to make correct decision about the profitability and financial soundness of an enterprise and help them to take correct information, take informed decisions. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് യൂസേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എന്തിനെക്കുറിച്ച്, പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചും ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ കുറിച്ചും വ്യക്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. സോ അതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, the company is facing the lawsuit as the result of disposing poison material into the water, and it is going to be large penalty. Based on the full disclosure principle, the entity required full disclosure the information in the financial statements. എന്താണ്, ഒരു കമ്പനി ഒരു കേസ്, ഒരു കമ്പനിയിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. എന്താണ് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്പോസിങ് പോയ്സൺ മെറ്റീരിയൽ ഇൻ ടു വാട്ടർ ആൻഡ് ഇറ്റ് ഗോയിങ് ടു ബി ലാർജ്, അതിന് പെനാൽറ്റി ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരം ആണെങ്കിൽ ഈ കാര്യം എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് പറഞ്ഞാൽ എന്ത് കാര്യം സംഭവിച്ചാലും എന്ത് ചെയ്യണം, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്ത് ചെയ്യേണ്ടതാണ്, ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഏത് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ.